അപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ അടിയിൽ വരയ്ക്കാവുള്ളൂ. എന്നിട്ട് 2 സ്പേസാണ് സ്പീഡിന്, 2 സ്പേസാണ്. 1.5 ഇട്ട് അടിക്കരുത്, 1 ഇട്ട് അടിക്കരുത്, 2 സ്പേസിലാണ് സ്പീഡ് അടിക്കുന്നത്. ഇവിടെ 5 സ്പേസ്, ഇവിടെ നിന്ന് 5 സ്പേസ് തട്ടിയിട്ട് പാരഗ്രാഫ് കൊടുത്തിട്ട് വേണം സ്പീഡ് തുടങ്ങാൻ. ഇവിടെ ഇത്രയും വീതി കിടക്കുന്നെന്നും പറഞ്ഞ് അവിടെ 3ഉം 4ഉം സ്പേസ് ഇടരുത്. കണ്ട, ഇവിടെ ഇത്രയും വീതി കിടക്കുന്നു അല്ലേ? വീതി കിടക്കുന്നെന്നും പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ചെയ്യണം? നിങ്ങൾ സാധാ അടിച്ചു പോകും പോലെ 2 സ്പേസ്. ഇവിടെ എത്ര സ്പേസാണോ എടുത്താൽ ഇവിടെയും അതേ സ്പേസ് തന്നെ എടുക്കണം, 2 സ്പേസ് അല്ലേ? ഇത്രയും താഴ്ത്തിയൊന്നും കൊണ്ടുവച്ച് അടിച്ചളയല്ലേ. അതുപോലെ വീണ്ടും അടുത്ത പാരഗ്രാഫ് വന്നപ്പോൾ 5 സ്പേസ് തട്ടി വീണ്ടും കോമ കഴിഞ്ഞിട്ട് 1 സ്പേസ്, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് 2 സ്പേസ്, അറിയാമല്ലോ. അതൊക്കെ വെച്ച് വേണം അടിക്കാൻ. പിന്നെ വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇത് ഒരു പുറത്ത് മാത്രമേ ഇംഗ്ലീഷ് ലോവർ കാണൂ, മലയാളത്തിനാണെങ്കിൽ 2 പുറം കാണും. അപ്പോൾ ഒരു അഡീഷണൽ പേപ്പർ ഇംഗ്ലീഷിനായിരുന്നാലും മലയാള ലോവറിനായിരുന്നാലും അഡീഷണൽ പേപ്പർ അടുത്ത് വച്ചേക്കണം. ചിലപ്പോൾ ഇതിൻ്റെ എൻഡിൽ ആയിപ്പോയാൽ പേപ്പർ ചരിഞ്ഞു പോവും. അതുകൊണ്ട് പകുതി എത്തുമ്പോൾ അഡീഷണൽ പേപ്പർ എടുത്ത് വെച്ച് അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കണം. പിന്നെ 10 മിനിറ്റൊക്കെ നിൽക്കാത്തവർക്കാണെങ്കിൽ ഈ ഒറ്റ പേപ്പറിൽ അടിച്ച് തീരും. ഒറ്റ പേപ്പറിൽ നിൽക്കുമോ, എന്ത് ചെയ്യണം? ആ മുകളിൽ വരയുടെ തൊട്ട് താഴെ വെച്ച് തന്നെ അടിച്ച് തുടങ്ങണം. അടിച്ച് തുടങ്ങുമ്പോൾ 10 മിനിറ്റിൽ താഴേറ്റത്ത് അതുവരെ വരയേ ഉള്ളൂ അല്ലേ? അങ്ങനെ നിൽക്കേ ഉള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ. 10 മിനിറ്റ് തീർക്കണം. പിന്നെ 10 മിസ്റ്റേക്കൊക്കെ ആക്കിയാൽ അത്രയും നല്ലത്, മാർക്ക് കൂടുതൽ കിട്ടും. 10 മിനിറ്റിലൊക്കെ ആണെങ്കിൽ 10 മിനിറ്റ് തീർക്കുകയും വേണം. 10 മിസ്റ്റേക്ക് ആണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ വരി വിട്ടടിക്കരുത്. ഒമിഷൻ വന്നു കഴിഞ്ഞാൽ തോക്കും തീർച്ചയാണ്. കാരണം ഒമിഷൻ എന്ന് പറയുന്നത് വാക്കുകൾ ഇടയ്ക്ക് വിട്ടിട്ടടിക്കുന്നത്. ഇടയ്ക്ക് വാക്കുകൾ വിട്ടടിക്കരുത്. ഒരു തെറ്റ് 1-2 തെറ്റായാൽ ആ തെറ്റ് അങ്ങനെ തന്നെ കിടക്കണം. അതിൻ്റെ മീതെ വീണ്ടും അടിച്ചു വയ്ക്കരുത്. ഓവർ ടൈപ്പ് ചെയ്യരുത്. ചിലർക്കൊരു കോളുണ്ട്, ഒരക്ഷരം തെറ്റിപ്പോയി അവർക്കറിയാമല്ലോ തെറ്റടിച്ചത്, എനിക്ക് ആ വാക്കറിയാം അല്ലേ? നമ്മൾ ബുക്കിൽ എഴുതും പോലെ എന്ത് ചെയ്യും? ബാക്ക് പിടിച്ച് അത്രയും നേരം പോവുകയാണ്. ബാക്ക് പിടിച്ച് കൊണ്ടുവന്ന അക്ഷരത്തിൻ്റെ മീതെ കൊണ്ടുവച്ച് അങ്ങ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോഴേ തെളിഞ്ഞ് കാണുകയും ചെയ്യും, അങ്ങ് വെട്ടിക്കളയുകയും ചെയ്യും. മാർക്കും പോയി, സമയവും പോയി അല്ലേ? അങ്ങനത്തെ ബുദ്ധിമോശങ്ങളൊന്നും കാണിക്കരുത്. പരീക്ഷയ്ക്ക് പോകണവർ തെറ്റാണെങ്കിൽ തെറ്റായി പോട്ടെ, അത് വെട്ടും, അത് പോട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള ബാക്ക് പിടിച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വീണ്ടും അടിക്കരുത്. ടൈപ്പ് ചെയ്യരുത്. അത് ഓവർ ടൈപ്പാണ്. അങ്ങനെ ചെയ്യരുത്. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പരീക്ഷ എഴുതുക. എല്ലാ കുട്ടികളും വിജയിച്ച് വരട്ടെ.